ഞാനൊരു മീഡിയ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യാണ്. അതിൻ്റെ ഡെസിഗ്നേഷൻ ഞാൻ വെക്കുന്നുണ്ട്. കാരണം സജനെ ഞാൻ പരിചയപ്പെടുന്ന ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അതിൻ്റെ ഡെസിഗ്നേഷൻ ഞാനിവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാം. ഈ ഒരു ജോബിൽ ഇത്രയും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന എനിക്ക് 500 ദിറംസിന് സജനനെ കൊണ്ട് വിറ്റ് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. ലക്ഷ്മി ജയനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഒരു ഈവന്റ് ത്രൂ. ഈവന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ലക്ഷ്മി ജയൻ ഉദ്ദേശിക്കുന്നത് സിംഗർ ലക്ഷ്മി ജയൻ. ലക്ഷ്മി ജയനെ പരിചയപ്പെടുന്നു. സജനയുടെ ഫ്രണ്ടാണ്. ഇവർ ബിഗ് ബോസിൽ ഒരുമിച്ചുണ്ടായതാണ്. ലക്ഷ്മി ജയനും സജനയും അവര് ഫ്രണ്ട്സാണ്. അങ്ങനെ ലക്ഷ്മി ജയൻ ത്രൂ ആണ് ഞാൻ സജനയിലോട്ട് എത്തണത്. സജന ആ സമയത്ത് നാട്ടിലാണ്. നാട്ടിൽ വെച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമുണ്ട്. ഇത് വീഡിയോ ആണ്, നമ്മൾ ഓഡിയോ അല്ല. വീഡിയോ കോൾ കോൺഫറൻസ് ആണ് കൂടുതലും ചെയ്യുക. അപ്പോൾ സജനയുടെ വീട്ടിലാണ്, നമുക്ക് കാണാൻ പറ്റും. സജനയുടെ വീടാണ്. സജന ഈ പറഞ്ഞ പോലെ ഫിറൂസ് അതിൽ കൂടെ ഇങ്ങനെ നടന്നു പോണൊക്കെ കാണാം. അപ്പൊ നമ്മളോട് ഇങ്ങനെ സംസാരിക്കും. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു കാലയളവിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒറ്റ ഒരു ദിവസം പെട്ടെന്ന് നാളെ മറ്റൊന്ന് നടന്നൊരു കാര്യമല്ല. ഓരോരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. വിളിക്കുന്നു, എന്തെങ്കിലും വിശേഷം ചോദിക്കുന്നു. അതിൽ ലക്ഷ്മി ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ സജനക്ക് ഭയങ്കര കുശുംബി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുശുംബാണ് അവൾക്ക്. അപ്പൊ എനിക്കും വരണം ദുബായിൽ, എനിക്ക് വരാം. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, നീ ഇപ്പൊ ദുബായിൽ വരണ്ട, എനിക്കൊരു ഷോ ഉണ്ട്, ഞാൻ ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പൊ സജനക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയേ പറ്റുള്ളൂ. പക്ഷെ ലക്ഷ്മിക്ക് വേറെ ഏതോ പ്രോഗ്രാം ഒക്കെ ആയിട്ട് അവൾ നടക്കുകയാണ്. അവൾക്ക് ഇങ്ങോട്ട് എത്താനുള്ള സമയമായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലക്ഷ്മിക്ക് ഒരു ബോയ് ഫ്രണ്ട്, ഉബീസ് എന്ന പേരുള്ള ഒരാൾ, കണ്ണൂരാണ് അയാളുടെ വീട്. ഇതിനെ കുറിച്ചൊക്കെ എന്താണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്റെ പിക്ചറിൽ ഇവരുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവരെ വലിച്ചെടുക്കേണ്ടി വന്നത്. ഈ ഉബൈസിന്റെ ഫ്രണ്ട് മാനു, കോഴിക്കോടുള്ള മാനു, ഈ മാനുവിനെ ലക്ഷ്മി ജയൻ സജനക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവര് തമ്മിൽ പ്രേമമാകുന്നു. സജന ഗ്ലൂട്ടാത്തയൺ എടുക്കാണെന്നുള്ള പേരിൽ മാനുവിന്റെ അടുത്തോട്ട് പോകും കോഴിക്കോട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ബാംഗ്ലൂര്, അവിടേക്ക് ഇവർ കറങ്ങാൻ പോകണതിന്റെ ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ കോളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും നാളെ ഇത് പ്രൂഫായിട്ട് എടുത്ത് വെക്കേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ അതൊക്കെ എപ്പോഴേ നമ്മൾക്ക് ആ പ്രൂഫൊക്കെ എടുത്ത് വെച്ചാനേ. അതായത് ഇവളിങ്ങനെ ഓരോ ആൾക്കാരോട് പോണതിന്റെ പ്രൂഫൊക്കെ. അപ്പോ ഇത് അവള് വിളിക്കുന്നു, സംസാരിക്കുന്നു, ഓക്കെ ശരി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ആ മാനുവിന്റെ ഫ്രണ്ടാണ് ശബന എന്ന് പറഞ്ഞ കുട്ടി. ആ കുട്ടിയുടെ ഫോട്ടോ ഞാനോട് കൊടുക്കാം. ഒരിക്കലും ശബന എന്നെ തെറ്റിദ്ധരിക്കരുത്. ശബനയാണ് സജനനെ ആദ്യമായിട്ട് ദുബായിൽ കൊണ്ടുവന്നത്. ശബനക്കും അറിയാം. ശബനയുടെ ഫ്രണ്ടിലുള്ള സർക്കിളിലുള്ള ആൾക്കാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. വ്യക്തിയാണ് സജനനെ ആദ്യമായിട്ട് അബുദാബിയിലാണ് സജന പറഞ്ഞത്, ദുബായിലല്ല. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, അബുദാബിയിലാണ് സജന പറഞ്ഞത്. അങ്ങനെയാണ് ഒരു വലിയൊരു കമ്പനി, അതായത് ലോകമൊട്ടാകെ അറിയുന്ന ബ്രാഞ്ചുകളുള്ള ഒരു കമ്പനിയുടെ ഷോ നടക്കണത് ദുബായിൽ വെച്ചിട്ട്. ഈ ഷോയിൽ ലക്ഷ്മിയുടെ പാട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കോർഡിനേഷൻ പാർട്ടൊക്കെ എനിക്ക് തോന്നണത് ഇല്ല, ആ സമയത്ത് കോർഡിനേഷൻ പാർട്ട് ഏതൊരു കമ്പനിയാണ്, വേറെ ഏതോ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലക്ഷ്മിയുടെ സോങ് ഉണ്ട് അതില്. സജനൻ അതില് ലക്ഷ്മി പറഞ്ഞിട്ട് ഒരു ഡാൻസിന് കയറ്റി. അപ്പോൾ ആ ഡാൻസിലാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ തൊട്ടു മുമ്പ് സജന ഇമാതിരി പരിപാടികളൊക്കെ ചെയ്തിട്ട് വലിച്ചു കയറ്റി ആ ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ തെറ്റിച്ച് ആകെ മൊത്തം കൊളായി. സജന അവിടെ നിന്ന് ഇറങ്ങി. ഡെസ്പാണ്. ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം, അന്നെടുത്ത ഫോട്ടോ. ലക്ഷ്മി കോസ്റ്റ്യൂമിലാണ്, സജന ഡാൻസ് കഴിഞ്ഞിറങ്ങിയ മൂത്ത മേക്കപ്പ് കാണും പറയും. സജന ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങിയതാണ് ഈ ഫോട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി സജനയും തമ്മിൽ ഈ പ്രേമങ്ങളുടെ കാര്യം പറഞ്ഞു. അതായത് ലക്ഷ്മിയുടെ ചെറുക്കൻ തെറ്റുന്നു, അങ്ങനെ അവരുടെ ഒരു അലമ്പ് കഥ. അതായത് സജനനുമായിട്ട് മാനുവിനെ തല്ലിപ്പിരിപ്പിക്കുന്നു. സജന ഇതറിയുന്നു, മൊത്തത്തിൽ കുളമായി. ലക്ഷ്മി സജനയുടെ ശത്രുവാകുന്നു. പിന്നെ ഫിറോസ് ഖാനെ വിളിച്ച് സജനക്ക് ഇവിടെ അബുദാബിയിലെ ചെക്കനുമായിട്ട് ബന്ധമുണ്ട്, ഇവിടെ മറ്റേ ബന്ധമുണ്ട്, മറിച്ച ബന്ധമുണ്ട്, മാനുവിനായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ലക്ഷ്മിയാണ് ഫിറോസിനടുത്ത് പറഞ്ഞു കൊടുത്തത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്നിട്ട് സജനയും ലക്ഷ്മി കൂടി വഴക്കായി. ഒരു ബിസിനസിന്റെ എനിക്ക് ഗാർമെന്റ്സിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ഒറ്റക്ക് ചെയ്യാന്ന് വിചാരിച്ചപ്പോ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഞാൻ പറഞ്ഞ ഒരു കുട്ടി, അവളും അത്യാവശ്യം സെലിബ്രിറ്റി കൊച്ചാണ്. അതുകൊണ്ട് എനിക്ക് അവളുടെ പേരും വലിച്ചെടുക്കുന്നില്ല. ഞാൻ അറിയാം ഇങ്ങനെ ഞാൻ നാട്ടിൽ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ സജനക്ക് അറിയാം. അങ്ങനെ ഞാൻ നാട്ടിൽ പോകുന്നു. നാട്ടിൽ ചെന്ന് സജന, ഞാൻ നാട്ടിൽ വന്നെന്ന് പറഞ്ഞാൽ എന്നെ മീറ്റ് ചെയ്യാൻ സജന എന്റെ വീട്ടിൽ വരുന്നു. അന്ന് കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് എന്റെ. അപ്പൊ ആ ബർത്ത്ഡേക്ക് ആഘോഷിക്കാനും ഞങ്ങളുടെ വീട്ടിലെ കസിൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ സജന വന്നപ്പോഴുള്ള ഫോട്ടോ അതിവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതെപ്പോഴാണ് സജന ദുബായിൽ നിന്ന് വന്നതിന് ശേഷം, ഡേറ്റ് നോക്കാം നിങ്ങൾക്ക്.
വന്നതിന് ശേഷം സജന എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ആൾക്കാരുടെ കൂടെ, എൻ്റെ കസിൻസിൻ്റെ കൂടെ ആഘോഷിച്ച് അന്ന് നൈറ്റ് ഞങ്ങൾ മറൈൻ ഡ്രൈവിലൊക്കെ പോയി അവിടെ കറങ്ങി. അവിടെ നിന്നൊരു റീൽസ് എടുത്തു. ആ റീൽസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ മറൈൻ ഡ്രൈവിൽ നിന്നെടുത്ത ഫോട്ടോ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചു തരുന്നത് ഡേറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ കൊണ്ടുപോയി ഡീലർ എന്നാണല്ലോ അവള് പറഞ്ഞത്, കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് പറഞ്ഞത്. അതായത് ഫസ്റ്റ് സജന അബുദാബിയിൽ വന്ന് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം എന്റെ വീട്ടിൽ വന്നേക്കാണ്. ദുബായ് ആദ്യമായിട്ട് കാണുന്ന സജന, അങ്ങനെയൊക്കെയാണ് സജന പറഞ്ഞിട്ടുള്ളത്. പാവം പോലത്തെ സജന. ആ പാവം പോലത്തെ സജനന്റെ ഫോട്ടോ നിങ്ങൾ കാണണം. അങ്ങനെയാണ് ഞാനും ഈ കൊച്ചും കൂടി ബോംബെ പോകാൻ ടിക്കറ്റ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ബോംബെ പോവാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ. ബോംബെന്ന് കേട്ടപ്പോൾ ഇവൾക്ക് പ്രശ്നം. അത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ബോംബെന്റെ കേസ്. ആ ബോംബെയിൽ പോയതിന്റെ പ്രൂഫ് ഞാനിവിടെ വെക്കാം. സജന ഞങ്ങളുടെ കൂടെ അവളുടെ കയ്യിലെ കാശെടുത്ത് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ബോംബെയിൽ ചെല്ലുന്നു. എന്താണ് സജനക്ക് അപ്പൊ നമ്മളവിടെ ചിലപ്പോൾ പൂക്കുട്ടീനെ വിളിക്കുന്നത്. അപ്പൊ പൂക്കുട്ടി ഓൾറെഡി മാനൂക്ക് ഉള്ള സമയത്തും പൂക്കുട്ടി ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ അങ്ങോട്ട് വരാത്തല്ല, ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ എന്താണ് പൂക്കുട്ടീനെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോൾ പൂക്കുട്ടി പറഞ്ഞു ശരി നിങ്ങൾ എന്താണ് റൂമിൽ പോയിട്ട് നിങ്ങൾ ഫ്രഷ് അപ്പ് ഒക്കെ ആയിട്ട് വാ, ഞാൻ വരാം, വന്നിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് പൂക്കുട്ടി ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ റൂമിൽ പോകുന്നു. അപ്പൊ പൂക്കുട്ടി തന്നെയാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളതും. 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ചെല്ലുന്നു. ഞങ്ങളവിടെ ചെന്ന് ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചെടുത്ത ഫോട്ടോയും ഞാനിവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്നു, ഫുഡ് കഴിക്കാൻ അവിടെ ചെല്ലുന്നു. അവിടെ വെച്ച് റെസ്റ്റോറൻറ്റിൽ വെച്ച് പൂക്കുട്ടിയുടെ കൂടെ ഞങ്ങൾ 4 പേരും കൂടി എടുത്ത ഫോട്ടോയും ഞാനിവിടെ കൊടുക്കുന്നു. എന്നിട്ട് അതിനുശേഷം സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ ഞങ്ങൾ 2 പേരും കൂടിയാണ് പോയത്. സജന പൂക്കുട്ടിയുടെ കൂടെ തന്നെയാണ്, അവൾ വന്നില്ല. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം പർച്ചേസ്, ആ ബില്ല് ഞാൻ കൊടുക്കുന്നത് എൻ്റെ ഗതികേടാ ഇതൊക്കെ. ആ ഡേറ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സൂറത്തിൽ നിന്ന് നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് ബോംബെയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ബില്ല്. അതിനുശേഷം സജന ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് സജനനെ കൂട്ടണമല്ലോ. അപ്പൊ ഇവള് സ്റ്റുഡിയോയിലാണുള്ളത്. ഞങ്ങൾ എത്തിയപ്പോഴത്തേനും വൈകുന്നേരമായി. അങ്ങനെ ഇവര് റൂമിൽ നിന്ന് നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി. സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ട് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇയാൾ എൻ്റെ അടുത്ത് സജനേനെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഇയാൾ ഞങ്ങളോട് പറയണത്. അങ്ങനെ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് റസൽ പൂക്കുട്ടി വരെ ഇടപെട്ട് സെക്സ് റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയ റസൽ പൂക്കുട്ടിയാണ് എൻ്റെ അടുത്ത് ഈ പറയണത്. മനസ്സിലായില്ലേ? അപ്പോൾ റോഷ്നി ഇന്ന് സജനനെ കൂടി ഇതിൽ ഇതാക്കണം. നിങ്ങൾ 2 പേരും കൂടി തുടങ്ങണില്ല. അവളുടെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഓക്കെ ശരി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കൈ കൊടുത്ത് ഞങ്ങൾ പിരിയുന്നു. ഇയാൾ അത് വെച്ചിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിന്റെ എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിൽ ഇതൊക്കെ എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ കിടക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിന്റെ സ്ലിപ്പ്, അത് മീൻസ് സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ കാണാൻ ഞങ്ങളുടെ അഡ്മിൻ വന്നിട്ട് റസൽ പൂക്കുട്ടിയാണ്. അയാളാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതിനുശേഷം പിന്നെ ആ ഗ്രൂപ്പിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്ന അതിൻ്റെ ഇടയിൽ ലൈസൻസിന്റെ ആവശ്യത്തിന് വേണ്ടി ഓടാണ്. അപ്പൊ ദുബായിൽ ഒരു ട്രേഡ് ലൈസൻസ് എടുക്കണമെങ്കിൽ 15,000 ദിറംസാണ്. അപ്പോൾ എന്താണ് ദുബായിലുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ പറഞ്ഞത് സത്യമാണോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ പൈസ ഒരുപാട് ഷോർട്ടുണ്ട്. കാരണം ബോംബെ പോയിട്ടുണ്ട്, 3-4 ലക്ഷത്തിന്റെ മെറ്റീരിയൽ എടുത്തു, സാധനം ദുബായിലോട്ട് ഞാൻ വരുത്തിച്ചു. അപ്പൊ ഞാൻ അത്രയും നാളും താമസിച്ചത് ഒരു ചെറിയൊരു ബെഡ് സ്പേസിലാണ്. പിന്നെ അതിന്റെ പാർട്ടീഷനിലോട്ട് ഞാൻ മാറി. പക്ഷെ ആ പാർട്ടീഷനിലാണെങ്കിലും നമുക്ക് ഇത്രയും മെറ്റീരിയൽ വെക്കാനുള്ള ഗ്യാപ്പ് ഇല്ല, സ്ഥലമില്ല. അപ്പൊ അങ്ങനെ എന്തായി, ഒരു ഫ്ലാറ്റ് എടുക്കാനുള്ള പ്ലാനായി. അപ്പത്തേനും സജന പറഞ്ഞു ഞാൻ വരാടി, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. കാരണം സജന പാർട്ട്ണർ ആണല്ലോ. അങ്ങനെ സജന വരുന്നു. ക്യാഷിന്റെ ആവശ്യം വരുമ്പോഴത്തേനും ഇയാളെ ഞാൻ വിളിക്കും, പൂക്കുട്ടീനെ. സുൽക്ക പൈസയുടെ ആവശ്യമുണ്ട്, ലൈസൻസിനൊക്കെ ഇത്ര രൂപയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിൽ ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ച് വയ്യാണ്ടായി. അവൾക്ക് ശാരീരികമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അവൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അവൾക്ക് ഒരു ഭാഗം ഒരു വല്ലാത്ത പോലെയൊക്കെ ആയി. ആ കൊച്ച് വയ്യാണ്ടായപ്പോഴത്തേനും അതിന് ഇതിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ സജന ഉണ്ടല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഇയാൾ ഇൻസ്റ്റാൾമെന്റ് പോലെയാണ് പൈസ തന്നത്. കാരണം ഫുള്ള് നാളെ സജന ഒന്നും പറഞ്ഞു വരാൻ പാടില്ല. ഇൻസ്റ്റാൾമെന്റ് പോലെ സജന പൈസ ഇറക്കുന്നു. സജന ത്രൂ ആണ് എനിക്ക് കാശ് തരുന്നത്. റസൽ പൂക്കുട്ടി സജനക്ക് കൊടുത്തിട്ട് സജനയാണ് എനിക്ക് ദിറംസ് ആയിട്ട് മാറ്റി ദുബായിൽ തന്നത്. 1.5 ലക്ഷം രൂപ
എനിക്ക് ഈ 1.5 മാസത്തിൽ എനിക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് അവിടെ പോകാനും ഇവിടെ പോകാൻ, റൂമിന്റെ അഡ്വാൻസ് കൊടുക്കാൻ, ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിൽ പെട്ട കാര്യമാണ്. റൂം എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഇത്ര നാളും 8, 9, 10 വർഷത്തോളം താമസിച്ച പോലെ താമസിക്കാൻ എനിക്കറിയാം. ഞാൻ 3 വർഷം മുമ്പുള്ള കാര്യമാണ് പറയണത്. അന്ന് എനിക്കപ്പോൾ അത്രയും പൈസ ആവൂല. ഇതിപ്പോ മെറ്റീരിയൽ ഉണ്ട്, നമുക്ക് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യണം, ഷോപ്പ് എടുത്തിട്ടില്ല, അപ്പൊ അതൊക്കെ ഇങ്ങനെ മുമ്പിൽ കിടക്കുകയാണ്. അപ്പൊ ലൈസൻസ് മാത്രം ആവണുള്ളൂ. അപ്പൊ ലൈസൻസിന്റെ സമയത്ത് സജന വന്നിട്ട് വിസിറ്റിലാണുള്ളത്. അപ്പൊ എനിക്ക് പിന്നെ അവിടെ ID പ്രൂഫും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവരെന്തെടുത്ത് പെട്ടെന്ന് ലൈസൻസ് ആക്കാൻ വേണ്ടിയിട്ട് ലൈസൻസിൽ എന്റെ പേരാണുള്ളത്. അവിടെ തുടങ്ങി സജനക്ക് കല്ലുകടിയാണ്. ഈ പറഞ്ഞ ലക്ഷ്മി ജയനോട് ഞാനും മിണ്ടുന്നില്ല. കൂട്ടുകാരത്തിന്റെ കുടുംബം കലക്കി എന്ന് പറഞ്ഞിട്ടാ ഞാൻ മിണ്ടാത്തത്. അപ്പൊ സജനന്റെ കൂടെ തന്നെ ഉണ്ട് താനും. ആ സമയത്ത് സജൻ എന്തൊക്കെ കാണിച്ചു കൂട്ടി, ലക്ഷ്മിയുടെ എല്ലാ ബന്ധങ്ങളെയും വിളിച്ച് ലക്ഷ്മിയുടെ എക്സിനെയും ലക്ഷ്മിയുടെ കറണ്ടിലുണ്ടായ 3-4 ആൾക്കാരെ ഒക്കെ വിളിച്ചിട്ട് സജന ലക്ഷ്മി അങ്ങനെയാണ്, ലക്ഷ്മി ഇങ്ങനെയാണ്, മറ്റന്നാ മറിച്ച ഫോൺ ത്രൂ എല്ലാരെയും വിളിച്ച് പറഞ്ഞു കൊടുത്തു സജന. അങ്ങനത്തെ, അതായത് സജന അതിലൊക്കെയാണ് ബിസിയാണ് ഭയങ്കര. സജനക്ക് ഈ ബിസിനസ്സിൽ ശ്രദ്ധിക്കണമെന്നൊരു ചിന്തയില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരാളെയും കൊണ്ട് ഞാൻ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്? ആകെ മൊത്തം പ്രശ്നത്തിൽ നടുക്ക് ഞാൻ നിൽക്കുന്നത്. ദൈവം വന്ന് പെട്ടും പോയി ഇതിനെ എടുക്കുകയും ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ സജനക്ക് കോള് വന്നോണ്ടിരിക്കണേ ലക്ഷ്മി ജയനായിട്ട് എങ്ങനെയെങ്കിലും പാച്ചപ്പ് ആവണം. അതിന് ലക്ഷ്മി ജയന്റെ ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ പേരുകളെല്ലാം ഞാൻ പിന്നെയും വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഫിറോസിന്റെ വീഡിയോയിൽ അയാൾ കറക്റ്റ് ആയിട്ട് ഇവരുടെ പേരുകൾ പറയുന്നുണ്ട്. ഈ സർക്കിളിലോട്ട് സജനൻ അന്ന് വിളിച്ചോണ്ടിരിക്കുക. അന്നൊരു സാറ്റർഡേ ആണ്. ഈ സാറ്റർഡേ രാവിലെ തുടങ്ങി സജന പറയുന്നുണ്ട്, നമുക്ക് അവിടെ പോവാ, എവിടെ ബെൻസറിന്റെ ഫ്ലാറ്റില് നമുക്ക് അവിടെ പോവാം. ഞാൻ പറഞ്ഞു സജന നീ പോവരുത്, നിന്നെ ചിലപ്പോൾ അവര് മാനിപ്പുലേറ്റ് ചെയ്യും, നിന്നെ അവര് ചതിക്കും, നീ പോവരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇല്ലടാ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്നാണ്. അപ്പൊ ഞാൻ പുറത്തുപോയി. സജന വരുന്നില്ല, ഞങ്ങൾ പുറത്തു പോയി. സാറ്റർഡേ നൈറ്റ് ഞങ്ങൾ ജസ്റ്റ് നമുക്ക് ഇവിടെ ഡ്രൈവിന് പോവാം. അപ്പോഴും ഞാൻ പറഞ്ഞു സജന വാ നമുക്ക്, ഇല്ല ഞാൻ വന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന സജന 1:30 മണിയായപ്പോ ബെൻസർ വന്ന് വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് പോയി. എന്റെ റൂമിന്റെ അവിടെ നിന്ന് ബെൻസർ സജനനെ കൂട്ടി ഇവരുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി. അവിടെ വെച്ചിട്ടാണ് സജന ഈ പറഞ്ഞ കാര്യങ്ങള്, കള്ളുകുടിയും ബഹളവും ഇങ്ങനത്തെ ലഹരിയുടെ എല്ലാ സംഭവങ്ങളും അവിടെ വെച്ചിട്ടാണ് സജന ചെയ്യണത്. ഞാനപ്പോ വിളിക്കുക സജന 2-2:30 ആയപ്പോഴത്തേനും, സജന ഞാൻ താഴെ വന്നിട്ടുണ്ട്, വാ നമുക്ക് പോവാം. എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ നാളെ വരാം. ഞാൻ സജന നീ അങ്ങനെ പറയരുത്, കാരണം എനിക്ക് സത്യം പറയാലോ, എനിക്ക് ആ ഫ്ലാറ്റ് ഇത്രയും നാള് ബെഡ് സ്പേസിൽ താമസിച്ച ഒരാളെ എനിക്ക് പെട്ടെന്ന് ഒരു ഫ്ലാറ്റിലോട്ട് ഒറ്റക്ക് താമസിക്കാനുള്ള ഒരു ഇതില്ല. അപ്പൊ ഞാൻ സജന നീ വാ സജന, ഞാൻ ഒറ്റക്കായി പോകും എന്ന് പറഞ്ഞ ഇത് എന്റെ ലൈഫാണ്, എന്റെ ജീവിതമാണ്, എന്റെ ജീവിതം ഞാൻ നോക്കണം എന്ന് പറഞ്ഞ് ഇവള് ഫോൺ കട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ സജനോട് പറഞ്ഞു, നാളെ എന്റെ വീട്ടിൽ വന്ന് സാധനങ്ങൾ എടുത്തിട്ട് സജന ഇറങ്ങിക്കോ, ഇനി സജന എന്റെ കൂടെ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്. അവിടെയൊക്കെയാണ് സജന എന്നെ തെറ്റി തുടങ്ങിയത്. ഇവൾക്ക് ഇതിലൊന്നും ശ്രദ്ധയില്ല. പിന്നെ ഞാൻ എന്തിനാ അവളുടെ പുറകെ നടക്കണേ? എനിക്ക് മനസ്സിലായിരുന്നു. ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണത്തിൽ തന്നെ സിഗരറ്റ് വലിച്ചിരുന്നവളാണ് സജന. ആ പ്ലേറ്റില് അതിന്റെ പേരിൽ വഴക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത ചിലത് അത് എനിക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം, അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് എനിക്ക് വേണ്ട, അത്രക്കും ഇതാക്കണ്ട. അപ്പോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നു. തിങ്കളാഴ്ച വൈകുന്നേരം ബെൻസറും ഈ 1-2 ആൾക്കാരും, ബെൻസർ വേറെ 1-2 ആൾക്കാരും കൂടി, ബെൻസറിന്റെ കാമുകി, ഇവരെല്ലാരും കൂടി സജനനുമായിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. ഞാൻ മാന്യമായിട്ട് വാതിൽ തുറക്കുന്നു, സജന കയറിയിരിക്കുന്നു. വേഗം തന്നെ സജന ബെൻസറിന്റെ സിഗരറ്റ് വാങ്ങിക്കുന്നു, വലിക്കുന്നു. ഭയങ്കര ആറ്റിറ്റ്യൂഡ്, അതായത് വഴക്കാണല്ലോ. ഞാൻ എന്റെ മര്യാദയാണ്, എന്റെ വീട്ടിൽ വന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാന്നുള്ളത്. ഞാൻ എനിക്ക് കോഫിയൊക്കെ ഇട്ട് കൊടുത്തു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ ഇറങ്ങാൻ വേണ്ടി പോകണം. കാരണം അവർക്ക് സജനനെ തിങ്കളാഴ്ച തുടങ്ങി വീട്ടിൽ നിർത്താൻ പറ്റൂല. കാരണം അവരൊക്കെ ഓഫീസിൽ പോകുന്ന ആൾക്കാര്, ജോലിക്ക് പോകുന്ന ആൾക്കാര്. അപ്പൊ അവർക്ക് സജന ശനി ഞായർ മാത്രം മതി, അതാണ് അവരുടെ അടിച്ചുപൊളി ദിവസം. അപ്പൊ തിങ്കളാഴ്ച സജനനെ എവിടെയും കൊണ്ട് തള്ളണം. അതിന് വീട്ടിൽ വന്നു. അത് മനസ്സിലാക്കിയതാണ് എനിക്ക്. അപ്പൊ ഇവര് എന്നാ ശരി ഞങ്ങൾ ഇറങ്ങാം എന്ന് പറഞ്ഞപ്പോ സജന ഞാനും വരുന്നു, എന്നെയും കൊണ്ടുപോകണില്ലേ എന്നും പറഞ്ഞിട്ട് ഒരുമാതിരി ഒരു വർത്താനം. ഞാൻ അവരെ കൊണ്ടുപോയിക്കോ, വേഗം കൊണ്ടുപോയിക്കോ സജനനെ, ഇവിടെ എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഇന്നലെ ഒറ്റക്ക് രാത്രി കിടക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നാളെ ഒറ്റക്ക് കിടക്കും, എനിക്ക് ഒരു കുഴപ്പമില്ല എന്നപ്പോ അവരെല്ലാരും കൂടെ സോൾവ് ചെയ്ത് പോട്ടെ കൂട്ടുകാരികളല്ലേ, വീട് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ സജന അന്ന് എന്റെ വീട്ടിൽ നിന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സജനക്ക് പോകാനുള്ള ടൈമായി. പൂക്കുട്ടി ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു, ഞാൻ സജനനെ എയർപോർട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്നു. ആ രണ്ടാമത്തെ സജന ദുബായിൽ വന്നതിന്റെ ചാപ്റ്ററാണ് ഞാൻ ഈ പറയണത്. ഞാൻ സജനനെ എയർപോർട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്നു. നാട്ടിൽ വന്നതിന് ശേഷം തിരുവനന്തപുരത്തുള്ള സജന സീരിയലൊക്കെ അഭിനയിക്കുന്നത് മമ്മീന്ന് വിളിക്കുന്ന സീരിയലിലും മമ്മിയാണെന്ന് തോന്നുന്നുണ്ട്. അവരുടെ വീട്ടിലാണ് സജന ചെല്ലുന്നത്.
അവരുടെ വീട്ടിൽ സജന ചെല്ലുന്നു. അവിടെ നിന്ന് അപ്പൊ എന്നെ തിരിച്ചു വിളിക്കുന്നില്ല, ഞാൻ സജനനെ വിളിക്കുകയാണ് എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും ഞാൻ മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല ഈ ബെൻസാറിന്റെ വീട്ടിൽ ചെന്ന് അവരെല്ലാരും കൂടി ഇവളെ ഇങ്ങനെ നീ സീരിയൽ അഭിനയിച്ചൂടെ, നീ എന്തിന് ബിസിനസ്സിൽ നിൽക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവര് മാനിപ്പുലേറ്റ് ചെയ്ത് വിട്ടേക്കാണ്. എന്റെ സജനയുടെ മൈൻഡ് മൊത്തം അതാണ്. എന്നെ സജന ഒരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് പറയണ, റോഷിനി എനിക്ക് ആ കാശ് തിരിച്ചു തരണം, എന്താണ് എനിക്ക് സീരിയൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ സീരിയലിൽ കയറാൻ പോവാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ ആദ്യം എനിക്കിതൊന്നും ചിന്തയില്ല. ഞാൻ പറഞ്ഞു ശരി, എനിക്ക് കുറച്ച് സമയം എന്താ സജന, ഞാൻ പൈസ തരാന്ന് പറഞ്ഞു. എനിക്ക് വയ്യാണ്ടാവണതിന്റെ ഇടയിൽ ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഞാൻ നാട്ടിൽ വന്നിട്ട് എന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് സജന പൈസ കൊണ്ട് വിളിക്കുന്നത്, എനിക്ക് കാശ് കിട്ടില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്റെ ഗോൾഡ് കൊണ്ട് പ്ലഡ്ജ് ചെയ്തിട്ടാണ് സജനക്ക് 1 ലക്ഷം കൊടുത്തതിന്റെ സ്ലിപ്പ് ഞാനിവിടെ തരുന്നത്. കാരണം നാളെ സജന പറയും കാശ് തന്നില്ല എന്ന്. അവിടെയാണ് ആ ഒരു ടോക്കില് അപ്പൊ അവിടെയൊക്കെ നീരസങ്ങളാണ്, അതായത് ഉള്ളിന്റെ ഉള്ളില് ദേഷ്യമാണ്. അങ്ങനെയാണ് ഇവിടെ ശാലുവിന്റെ വീട്ടിൽ പോണതും ശാലുവിന്റെ അവിടെ നിന്ന് ഇറക്കി വിടണതും കൊച്ചുങ്ങളുമായിട്ട് എന്റെ വീട്ടിൽ വരുന്നതും. സജന എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് റോഷിനി എനിക്ക് ഇവിടെ പ്രശ്നമാണ് എന്ന് പറയുന്ന വീഡിയോ കോൾ ചെയ്തതിന്റെ ഡേറ്റ് അടക്കം ഞാൻ വെക്കാം. December 25 സജന എന്നെ വിളിച്ച വീഡിയോ കോള്, അതിന്റെ ഫോട്ടോ, സ്ക്രീൻഷോട്ട്. ഇത്രയും ഇതൊരു എത്രയോ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ജേണിയാണ് ഇത്രയും ഞാൻ ഈ പറഞ്ഞത്. സജന വരുന്നു പോകുന്നു എന്നുള്ളത്. അതിനുശേഷം പലപ്പോഴും സജന വന്നിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം അതെല്ലാം ബെൻസറിന്റെ ഷോനാണ്, ലക്ഷ്മി ജയന്റെ കൂടെയാണ്. അതിനുശേഷം ഇവര് തമ്മിൽ പാച്ചപ്പായി, ആര് ലക്ഷ്മി ജയനും സജനയും തമ്മിൽ പാച്ചപ്പ് ആവുന്നു, അവർ ഒരുമിച്ചാണ്. അപ്പൊ നമ്മള് ഊളകള്. കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് ഇവരൊക്കെ എന്റെ ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ ഞാൻ രക്ഷപ്പെട്ട് തുടങ്ങുന്നേ ഉള്ളൂ. കാരണം വളരെ നെഗറ്റിവിറ്റിയും വൃത്തികെട്ട ചിന്തകളും വൃത്തികെട്ട വർത്താനങ്ങളും അതും ഇതും മാത്രമേ ഉള്ളൂ അവർക്ക്. ഇത് ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രൂഫ് അടക്കമാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇനി പറ, ഒരു ഏജന്റ് കൊണ്ടുപോയി നശിപ്പിച്ച് സുൽപ്പുക്കുട്ടിയും അവിടുത്തെ നല്ലവരായ ആൾക്കാരും കൂടി കയറ്റിവിട്ടു എന്ന് പറയുന്നുണ്ട് സജന. ഈ നല്ലവരായ ആൾക്കാരുടെ പേര് സജന ഇന്നുവരെ പറഞ്ഞിട്ടില്ല. കയറ്റിവിട്ടത് ഞാനാണെന്ന് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു ഏജന്റിന്റെ വീട്ടിൽ പിന്നെയും സജന ഞാനില്ലാത്തപ്പോ, ഞാൻ ആ സമയത്ത് ഞാൻ ദുബായിലാണുള്ളത്, ഈ ഡിസംബറിൽ ഞാനില്ലാത്തപ്പോ എന്റെ വീട്ടിൽ വന്ന് നിന്നു. എന്റെ വീട്ടിലോട്ട് അയച്ചൊരു വോയിസ്, അതും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ വോയിസിന്റെ സ്ക്രീൻഷോട്ട്, ആ ഡേറ്റ്, അതും ഞാൻ കാണിച്ചു തരാം. മോളെ ഗുഡ് മോർണിംഗ് ഡാ. ഞാനേടി അന്ന് വരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, പക്ഷെ റോഷു എടുത്തിട്ടില്ല, ചേച്ചി വിളിച്ചിട്ടെടുത്തില്ല. എനിക്ക് ഭയങ്കര എനിക്ക് ലൈഫിൽ എനിക്ക് ഒട്ടത് ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് ഹൃദയം പൊട്ടുക. എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്ന് വിട്ട അമ്മയാ പാവം. എന്നെ ഹൃദയം പൊട്ടു. എന്റെ മക്കള് സത്യമായിട്ട് എന്റെ പൊന്നുമോനാണ് അത്തിട്ട്, എന്റെ മോളാണ് അത്തിട്ട്. ഒരിക്കലും ഞാൻ ഇതാക്കി പറയുമല്ലോ, എനിക്കൊരു അല്ലെങ്കിൽ നമ്മളൊരു സിംബരിക്കേണ്ടി അല്ലെങ്കിൽ അങ്ങനൊന്നുമല്ല. എന്റെ ഹൃദയം തട്ടി ഞാൻ പറയാം. കാരണം അമ്മച്ചി എന്നെ മമ്മി അതേപോലെ എന്നെ നോക്കിയത്. മോളെ എനിക്ക് അതൊക്കെ ഇങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വരാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു, വല്ലാതെ സത്യം. ഇനി നിങ്ങൾ പറ, അതായത് ഒരു പെണ്ണിനെ എങ്ങനെയും കരിവാരി തേക്കാം. അവൾക്ക് കുടുംബത്തിലെ ആൾക്കാർക്കോ നാണക്കേടില്ലെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തിലെ ആൾക്കാർക്ക് നാണക്കേടുണ്ട്. വെറുതെ ഒരു അലിഗേഷൻ വലിച്ചെടുക്കുക, അതിലോട്ട് വായി തോന്നിയത് വിളിച്ചു പറയും. ഇതൊക്കെ ഞാൻ എന്റെ ഗൂഗിൾ ഡ്രൈവിൽ എന്റെ ദൈവം കൊണ്ടുവന്നിട്ടാണ് ഞാൻ പറയുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊണ്ടുപോയി നശിപ്പിച്ചു, ഞാൻ കൊണ്ടുപോയി നശിപ്പിക്കേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. ഓൾറെഡി കൊണ്ടുപോയത് വേറെ ആൾക്കാരാണ്, നശിഞ്ഞിട്ടാണ് വന്നത്. അത് നശിഞ്ഞോ നശിയാതെയോ അത് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യാണ്. ഇത്രയും ഒരു കൊണ്ടുപോയ ഏജന്റിന്റെ വീട്ടിൽ വന്ന് കിടക്കേണ്ട കാര്യമില്ല. അതുമായി ബന്ധപ്പെട്ട 1-2 ഫോട്ടോസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ട് ഇനി നിങ്ങൾ തീരുമാനിക്കുക. എനിക്കുണ്ടായി ഈ മാനനഷ്ടത്തിന് 2 ദിവസം കൊണ്ട് എനിക്കുണ്ടായ മാനനഷ്ടം, എന്റെ കൊച്ചുങ്ങൾ അനുഭവിച്ച വേദനക്ക്, ഇതിന് ഞാൻ എന്താണ് ഈ സജനനോട് പറയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ല, എനിക്കിതൊക്കെ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് അറിയില്ല. നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞ അത്രേ ഉള്ളൂ. ഞാൻ ഇതോടുകൂടി ഞാൻ ഈ ടോപ്പിക് ഇവിടെ അവസാനം. പിന്നെ സജന വന്നിട്ട് അവൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പോലും പ്രൂഫ് വെച്ചിട്ട് സംസാരിക്കണം. അയ്യോ, ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഫിറോസ് ഖാനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ഇത്രയും ഞാൻ തെളിയിച്ചല്ലോ. ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സജനയുടെ കേസിൽ എന്നെ ഇയാള് വിളിച്ചു ഒരു ദിവസം ദുബായിൽ വെച്ചിട്ട്. ഈ ഫിറോസ് ഖാൻ എന്നെ വിളിച്ചിട്ട് സജനയുടെ ഇങ്ങനത്തെ ഒക്കെ ബന്ധങ്ങളുണ്ട്, റോഷിനി അവിടുത്തെ ഫ്രണ്ട് അല്ലേ, നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് അറിയാത്തത് ഞാൻ പറയില്ല, എനിക്ക് അറിയാത്തത് പറയാനായിട്ട് താല്പര്യമില്ല, ഞാൻ കാണാത്തതും പറയില്ല എന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ കാരണം ഒരു പ്രശ്നം അവരുടെ ഫാമിലിയിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്ത് ഇയാൾ അറിഞ്ഞത് കൊണ്ടാണ്. കറക്റ്റ് ആയിട്ടാണ് ആ കറക്റ്റ് ആൾക്കാരുടെ പേരാണ് എന്നോട് ചോദിച്ചത്. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കല്ല, പക്ഷെ എന്റെ വായിന്ന് പോകുന്നത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു.
പിന്നെ ഈ ഏതാണുങ്ങളെയും കൂട്ടി പറയാൻ സജനയുടെ കൾച്ചറാണത്. അതെനിക്ക് പിന്നീടൊക്കെ എനിക്ക് ഇപ്പോഴൊക്കെ മനസ്സിലാവുന്നത്. അതായത് ഏത് അറ്റം വരെ പോയത്. കാരണം അവള് നാണം കെട്ട് നാറിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് നാറ്റിക്കുക. അത് പണ്ട് കൂട്ടായിട്ടിരുന്ന ആൾക്കാർ പിന്നീട് ശത്രുവായതിനു ശേഷം പിന്നെ ഞാൻ ഇടയ്ക്ക് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് കമന്റ് ഒക്കെ ഇടലുണ്ട്. ഓ ഇവിടെ കരച്ചിൽ കണ്ടില്ലേ, അതിന്റെയൊക്കെ ചൊറിച്ചിലും ദേഷ്യമൊക്കെയാണ് തീർത്തത്. എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എന്റെ പേര് വലിച്ചെന്നതിന് വരെ ഏറ്റവും നല്ലതായിട്ട് അവൾക്ക് വലിച്ചിടാൻ പറ്റുന്നത്, അവളെ നശിപ്പിച്ചത്, അവൾക്ക് മാനുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത്, റസൂൽ പൂക്കുട്ടിനെ പരിചയപ്പെടുത്തി കൊടുത്തത് എല്ലാം ലക്ഷ്മി ജയനാണ്. അവൾ എന്തുകൊണ്ട് അവളുടെ പേര് പറയുന്നില്ല? അത് കഴിഞ്ഞിട്ട് അവരെന്തോ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അതായത് സജനക്ക് ഉപകാരം ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് സജന ഒരു ഉളുപ്പില്ലാണ്ട് വഴക്കിട്ടാലും കൂട്ടിടും. തെളിവുകളെല്ലാം സജനയ്ക്ക് എതിരായിട്ടാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ സജനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല. സജനയുടെ ഉറ്റ സുഹൃത്തുക്കൾ പോലും സജനയെ തള്ളിപ്പറഞ്ഞതായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. റോഷ്നിയുടെ ഓഡിയോ ക്ലിപ്സാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ റോഷ്നി ഒരുപാട് ഫോട്ടോസ് എല്ലാം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞാനിവിടെ ക്ലിപ്പ് ചെയ്യാത്തത് ഒരുപാട് പേരുടെ പ്രൈവസി ആലോചിച്ചിട്ടാണ്. ഇത്രയൊക്കെയായിട്ടും ഒരാൾ പോലും സജനയെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് വരാത്തത് എന്തുകൊണ്ടെന്നാണ് ഞാനും ആലോചിക്കുന്നത്. ഇനിയും ഒരുപാട് തെളിവുകൾ പുറത്തു വരാൻ കിടക്കുന്നതേയുള്ളൂ. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് വഴിയെ കണ്ടറിയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.